Hi, I am Rogers Jose, Managing Director of Alpha Academy and Genius Integrated School, Alapura. 2025 നീറ്റ് എക്സാമിനേഷനെ ബേസ് ചെയ്തിട്ട് MBBSനും BDSനും അഡ്മിഷന് വേണ്ടിയിട്ടുള്ള തേർഡ് അലോട്ട്മെൻറ്റ് കീമിൻ്റെ എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിലൂടെ പബ്ലിഷ് ചെയ്തിരിക്കുന്നു. ഈ തേർഡ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫൈനൽ അലോട്ട്മെൻറ്റ് എന്ന് നമുക്ക് വേണേൽ പറയാം. ഇതിന് ശേഷം ഇനി ഒരു സ്ട്രേ വേക്കൻസി മാത്രമാണുള്ളത്. ഈ തേർഡ് അലോട്ട്മെൻറ്റിൽ ഒരു അഡ്മിഷൻ ലഭിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മസ്റ്റായിട്ട് ഈ നവംബർ 8 വൈകുന്നേരം 4 മണിക്ക് മുമ്പായി നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്ന കോളേജുകളിൽ ജോയിൻ ചെയ്യണം. അതിനായി ചെയ്യേണ്ടത് എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിൽ നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ എൻ്റർ ആയതിനു ശേഷം യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്ത് നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക. അതിനുശേഷം ഡേറ്റ ഷീറ്റ് പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഈ ഡേറ്റ ഷീറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പം ഒരു ഫസ്റ്റ് റൗണ്ടിലോ സെക്കൻഡ് റൗണ്ടിലോ ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു ഇപ്പോൾ പഠനം തുടങ്ങിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ തേർഡ് അലോട്ട്മെൻറ്റിൽ ഒരു ചേഞ്ച് ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്ന കോളേജിൽ നിന്നും എല്ലാ ഡോക്യുമെൻസുകളും റിട്ടേൺ കളക്ട് ചെയ്ത് തേർഡ് അലോട്ട്മെൻറ്റ് ലഭിച്ചിരിക്കുന്ന കോളേജുകളിൽ പോയി ജോയിൻ ചെയ്യണം. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ ഒരു കോളേജ് ലഭിച്ചു, തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ചേഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഹയർ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ചേഞ്ച് ഒന്നും ലഭിച്ചിട്ടില്ല എങ്കിലും ഡേറ്റ ഷീറ്റ് പ്രിൻ്റ് ഔട്ട് എടുത്ത് നോക്കണം. കാരണം നമുക്ക് ചേഞ്ച് ഒന്നും കോളേജിൽ ലഭിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ കാറ്റഗറിയിൽ നമ്മുടെ കമ്മ്യൂണൽ റിസർവേഷൻ വെച്ചിട്ട് എന്തെങ്കിലും വ്യത്യാസങ്ങൾ നമ്മുടെ അഡ്മിഷൻ പ്രൊസീജിയറിൽ സീറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ, എക്സാമ്പിൾ ഒരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിനാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്, അവിടെ തന്നെ പല സീറ്റുകളുണ്ട്. ജനറൽ കാറ്റഗറി സീറ്റുണ്ട്, കമ്മ്യൂണൽ റിസർവേഷൻ സീറ്റുണ്ട്, മൈനോറിറ്റി കമ്മ്യൂണിറ്റി സീറ്റുണ്ട്. ഇതിലേതാണോ നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് മുൻപ് ലഭിച്ചിരിക്കുന്നതുമായി വ്യത്യാസമുള്ള ഒരു റിസർവേഷൻ ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നതെങ്കിൽ ഈ ഡേറ്റ കാർഡ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിൽ തന്നെ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്ത് നമ്മുടെ സീറ്റ് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനു മുമ്പ് ഒരു കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷന് വേണ്ടി സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യുക. ആ സെയിം കോളേജാണ് ലഭിച്ചിരിക്കുന്നതെങ്കിൽ പോലും ഡേറ്റ കാർഡ് പ്രിൻ്റ് ഔട്ട് എടുത്ത് ആ കോളേജിൽ സബ്മിറ്റ് ചെയ്യുക. അല്ല, എനിക്ക് ഇതുവരെ ഒരു കോളേജ് ലഭിച്ചിട്ടില്ലായിരുന്നു, തേർഡ് അലോട്ട്മെൻറ്റിലാണ് ഫസ്റ്റ് ഒരു കോളേജ് ലഭിക്കുന്നതെങ്കിൽ നമ്മൾ മുഴുവൻ ഫീസും എൻട്രൻസ് കമ്മീഷണർക്ക് അടച്ച് അല്ലെങ്കിൽ കോളേജിൽ നേരിട്ടടച്ച് ഈ നവംബർ 8 വൈകുന്നേരം 4 മണിക്ക് മുമ്പായി കോളേജിൽ ജോയിൻ ചെയ്യണം. ഇവിടെ 2 രീതിയിലാണ് അഡ്മിഷൻ. ഒന്ന് MBBSൻ്റെയും BDSൻ്റെയും ഗവൺമെൻറ് സീറ്റും, മറ്റൊന്ന് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സീറ്റും. ഇനി ഒരു ഗവൺമെൻറ് സീറ്റിലേക്കാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് വരുന്ന ഫീസ് എൻട്രൻസ് കമ്മീഷണർ അടച്ചതിന് ശേഷം കോളേജുകളിൽ പോയി നാം ജോയിൻ ചെയ്യുക. ഇനി നമുക്ക് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്കാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് മുഴുവൻ ഫീസും കോളേജുകളിലാണ് അടയ്ക്കേണ്ടത്. നമുക്കറിയാം, കേരളത്തിൽ ആദ്യം ഉണ്ടായിരുന്ന 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളോടൊപ്പം 2 പുതിയ മെഡിക്കൽ കോളേജ് കൂടെ ആഡ് ചെയ്തിട്ട് ഈ വർഷം 14 കോളേജുകളിലേക്കാണ് MBBS സീറ്റുകൾക്ക് ഫില്ല് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ 21 പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ സീറ്റുകളാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കോളേജുകളിലേക്ക്, അത് ഗവൺമെൻറ് സെക്ടറോ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറോ ഏതുമാവട്ടെ, നമ്മുടെ ഈ തേർഡ് അലോട്ട്മെൻറ്റിൽ ഒരു അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടോ എന്ന് ഇന്ന് തന്നെ എല്ലാ വിദ്യാർത്ഥികളും അവരവരുടെ പ്രൊഫൈൽ പേജിൽ എൻ്ററായി ഡേറ്റ കാർഡ് പ്രിൻ്റ് ഔട്ട് എടുത്ത് ചെക്ക് ചെയ്യുക. ഇനി ഒരു അലോട്ട്മെൻറ്റും ഈ തേർഡ് അലോട്ട്മെൻറ്റിൽ ലഭിച്ചിട്ടില്ല. ഇന്ന് തന്നെ ധാരാളം വിദ്യാർത്ഥികളാണ് ആൽഫ അക്കാഡമിയിലേക്ക് വിളിച്ചത്. എനിക്കിന്ന് 519 മാർക്കുണ്ട്, 522 മാർക്കുണ്ട്, എന്നിട്ട് പോലും എനിക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ ഒരു അഡ്മിഷൻ ലഭിച്ചിട്ടില്ല, എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് പല വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വിളിക്കുന്നുണ്ട്. നിങ്ങളോടൊക്കെ പറയാനുള്ളൊരു കാര്യം, ഈ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നമുക്കിനിയുള്ളത് സ്ട്രേ വേക്കൻസിയാണ്. കേരളയുടെ സ്ട്രേ വേക്കൻസി നടക്കുന്നത് നവംബർ 11 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇതുവരെ ഒരു അഡ്മിഷൻ ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഏതെങ്കിലും ഫസ്റ്റ് അലോട്ട്മെൻറ്റോ സെക്കൻഡ് അലോട്ട്മെൻറ്റോ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചതിന് ശേഷം, നമുക്കറിയാം കേരളത്തിലെ അലോട്ട്മെൻറ്റിൽ ഒരു കോളേജിൽ അഡ്മിഷൻ ലഭിച്ചതിന് ശേഷം ഒക്ടോബർ 28 വരെ കോളേജുകളിൽ താല്പര്യമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് ക്വിറ്റ് ചെയ്യാനുള്ള അവസരമുണ്ടായിരുന്നു. അങ്ങനെ ക്വിറ്റ് ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും സ്ട്രേ വേക്കൻസി പങ്കെടുക്കാം. ആ ക്വിറ്റ് ചെയ്യാനുള്ള സമയത്തിന് ശേഷം നമ്മൾ ഏതെങ്കിലും കോളേജിൽ നിന്നും അഡ്മിഷൻ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ, എനിക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ മാറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്ട്രേ വേക്കൻസി പങ്കെടുക്കാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ ഈ തേർഡ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് ലഭിച്ചു, എനിക്ക് അത്ര ഇഷ്ടമായിട്ട് തോന്നുന്നില്ല, സ്ട്രേ വേക്കൻസി പങ്കെടുക്കാൻ സാധിക്കുമോ? ഇല്ല. അപ്പം സ്ട്രേ വേക്കൻസി എന്ന് പറയുന്നത് ഇതുവരെ അഡ്മിഷൻ ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ്.
ഇതുവരെ ഒരു കൗൺസിലിംഗിലും പങ്കെടുക്കാതിരുന്നവർക്ക് മാത്രമാണ്. അപ്പോൾ ആ സ്റ്റേ വേക്കൻസി നവംബർ 11-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ന്യൂ രജിസ്ട്രേഷൻ ചെയ്ത് ഇതുവരെയുള്ള സീറ്റുകൾ, അതിൻ്റെ സീറ്റ് മെട്രിക്സ് പബ്ലിഷ് ചെയ്യും. ഇതുവരെയുള്ള കോളേജുകളും ആ കോളേജുകളിൽ ഏതൊക്കെ സീറ്റുകൾ ഫില്ലായി, ഇനി എത്ര സീറ്റ് ബാലൻസ് ഉണ്ട്, ഇതെല്ലാം പബ്ലിഷ് ചെയ്യും എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിൽ. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഈ തേർഡ് അലോട്ട്മെന്റ് കഴിയുന്ന സമയത്ത് ഈ തേർഡ് അലോട്ട്മെന്റിൽ ഏതൊക്കെ സീറ്റുകൾ റിസർവേഷൻ വൈസ്, ജനറൽ കാറ്റഗറി, OBC, ഈഴവ, മുസ്ലിം, SC, ST ഇതുപോലെ ഓരോ കാറ്റഗറി വൈസും ഓരോ കോളേജുകളിലും ലാസ്റ്റ് റാങ്ക് വരെ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നതിന്റെ സീറ്റുകൾ എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇത് നോക്കി നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കാം. ഇനി കേരളയുടെ സ്റ്റേ വേക്കൻസി നവംബർ 11-ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായി ഈ സമയത്ത് ഓൾ ഇന്ത്യയുടെ സ്റ്റേ വേക്കൻസി നടക്കുകയാണ്. മീൻസ് 4-ാം തീയതി മുതൽ 9-ാം തീയതി വരെയാണ് ഈ സ്റ്റേ വേക്കൻസി ഓൾ ഇന്ത്യയുടെ MBBSന്റെയും BDSന്റെയും സീറ്റുകളിലേക്കുള്ള ചോയ്സ് ഫില്ലിംഗ് നടക്കുന്നത്. പക്ഷെ അതിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എൻട്രൻസ് കമ്മീഷനുടെ MCCയുടെ വെബ്സൈറ്റിൽ ഈ സ്റ്റേ വേക്കൻസി 4-ന് മുതൽ 9-ന് ഇൻ ബിറ്റ്വീൻ എന്നുള്ള ഡേറ്റ് ആണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന നോട്ടിഫിക്കേഷൻ ഓരോ ദിവസവും MCCയുടെ സൈറ്റിലൂടെ എല്ലാ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മനസ്സിലാക്കുക. ഇനി ഓൾ ഇന്ത്യയുടെ സ്റ്റേ വേക്കൻസി ഡേറ്റ് ചോയ്സ് ഫില്ലിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൽഫയുടെ ഈ ചാനലിലൂടെ ഇതെല്ലാം നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുകയും ചെയ്യും. അപ്പോൾ നവംബർ 9-ന് മുമ്പായി ഓൾ ഇന്ത്യയുടെ സ്റ്റേ വേക്കൻസി കംപ്ലീറ്റ് ആവും. നവംബർ 8-ന് മുമ്പായി കേരളയുടെ തേർഡ് അലോട്ട്മെന്റ് വഴി കോളേജുകളിൽ ജോയിൻ ചെയ്യേണ്ട കുട്ടികൾ എല്ലാവരും ജോയിൻ ചെയ്യണം. നവംബർ 11 ഓൺവേർഡ്സ് കേരളയുടെ സ്റ്റേ വേക്കൻസി സ്റ്റാർട്ട് ചെയ്യും. ദാറ്റ് മീൻസ് ഏകദേശം കഴിഞ്ഞ 2025-ലെ നീറ്റ് എക്സാമിനേഷനെ ബേസ് ചെയ്ത് MBBSന്റെയും BDSന്റെയും ഒരു ഫൈനൽ സീറ്റ് അലോട്ട്മെന്റിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി ഒരു അഡ്മിഷൻ ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് ഞാൻ MBBS തന്നെ ആഗ്രഹിച്ചു, ഓൾ ഇന്ത്യ വൈസിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ, അല്ലെങ്കിൽ കേരളത്തിലെ ഒരു ഗവൺമെന്റ് സീറ്റിൽ, അല്ലെങ്കിൽ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സീറ്റിൽ, അല്ലെങ്കിൽ ഒരു NRI സീറ്റിൽ, അതുമല്ല ഡീംഡ് മെഡിക്കൽ കോളേജുകളിൽ ഒരു സീറ്റ് ആഗ്രഹിച്ചു. ഇതുവരെ ഒരു സീറ്റും ലഭിച്ചിട്ടില്ല. നിങ്ങൾ നിരാശപ്പെടേണ്ട. ഇതൊരു ഫൈനൽ അറ്റംപ്റ്റ് എന്ന് ചിന്തിക്കാതിരിക്കുക. നീറ്റിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്ക് അൺലിമിറ്റഡ് ചാൻസ് ആണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. 11th 12th പഠിച്ചിരിക്കുന്ന NCERTയുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നന്നായി പഠിച്ച് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ക്യാമ്പസുകളായ AFMCയും എയിംസും ജിപ്മറുകളും അതുപോലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലുമൊക്കെ റീസണബിൾ ഫീസിൽ പഠിക്കാൻ പറ്റുന്ന കഴിവ് നിങ്ങൾക്കുള്ളപ്പോൾ ഒരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജോ ഡീംഡ് കോളേജുകളിലോ ഒക്കെ ഉയർന്ന ഫീസിൽ പഠിക്കാതെ നിങ്ങൾക്ക് അർഹതപ്പെട്ട ഏറ്റവും മികച്ച സീറ്റുകൾ കരസ്ഥമാക്കാൻ ആൽഫയുടെ ഇനിയുള്ള സ്പെഷ്യൽ റിപ്പീറ്റർ പ്രോഗ്രാമായ സ്പ്രിൻഡെക്സ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിന് കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ടീച്ചേഴ്സാണ് നിങ്ങൾക്ക് ട്രെയിനിങ് തരാൻ നിങ്ങളോടൊപ്പം കൂടെ എത്തുന്നത്. നിങ്ങൾക്ക് മാർക്ക് ഏറ്റവും മികച്ച മാർക്കുണ്ടോ? തീർച്ചയായും സൗജന്യമായി പഠിക്കാം. കോഴ്സ് ഫീസ് 1 രൂപ പോലും അടയ്ക്കേണ്ട. 100% സ്കോളർഷിപ്പോടെ, അതും ടീച്ചേഴ്സിനോടൊപ്പം താമസിച്ച് പഠിക്കുന്ന നല്ല റെസിഡൻഷ്യൽ ഹോസ്റ്റൽ ഫെസിലിറ്റിയിൽ. ഹോസ്റ്റൽ ഫീയും 100% ഫ്രീ ആണ്. 500 എബോവ് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ 100% സ്കോളർഷിപ്പോടുകൂടി ഫീസും ഹോസ്റ്റൽ ഫീസും ഒന്നുമില്ലാതെ 2026-ലെ എൻട്രൻസ് എക്സാമിനേഷൻ ഏറ്റവും മികച്ച മെറ്റീരിയൽസിനോട്, ഏറ്റവും മികച്ച ടീച്ചേഴ്സിനോടൊപ്പം നല്ല സ്റ്റഡി മെറ്റീരിയൽസിൻ്റെയും നല്ല കാമാൻ ക്വയറ്റായുള്ള ഒരു അന്തരീക്ഷത്തിൽ പഠിച്ച് ഏറ്റവും നല്ല വിജയം നേടാൻ നിങ്ങൾക്ക് അവസരം ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ തേർഡ് റൗണ്ടും 4th റൗണ്ടും എത്തി നിൽക്കുന്ന സമയത്ത് ഒരു അഡ്മിഷൻ അല്ലെങ്കിൽ ഒരു സീറ്റ് നിങ്ങൾക്ക് ലഭിക്കാൻ സാധിച്ചില്ലെങ്കിൽ നിരാശരാകേണ്ട. നിങ്ങൾക്ക് ഏറ്റവും മികച്ച സീറ്റുകൾ, ഏറ്റവും നല്ല ക്യാമ്പസുകൾ എത്തിക്കാൻ ആൽഫ അക്കാഡമി നിങ്ങളോടൊപ്പം കൂടെയുണ്ട്. ഇനി ഈ തേർഡ് അലോട്ട്മെന്റിലും സ്റ്റേ വേക്കൻസിയിലും അലോട്ട്മെന്റ് പ്രോസസ്സിംഗിലും അടുത്ത വർഷത്തെ എൻട്രൻസ് എക്സാമിനേഷന്റെ പ്രൊസീജിയറിലും എന്തുമാവട്ടെ, നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾക്ക് ആൽഫയിലേക്ക് വിളിക്കാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെയുണ്ട്. ഓൾ ദ ബെസ്റ്റ്.